കരിമന്നൂരത്തെ രണ്ടാമത്തെ വലിയ കട്ട്ള. എന്തായാലും ഒരു 10-14 കിലോ എൻ്റെ കണക്കുകൊണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് പീച്ചി, ഉല്ലൂസ് ഫിഷിംഗ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനലിൽ ചൂണ്ടയിടൽ ഒരു വരുമാന മാർഗം എന്ന പരമ്പര ആരംഭിച്ചതിന് ശേഷം നമ്മൾ 4 വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ശരിക്കും പക്ക ഒരു മീൻ കച്ചവടമാണ് നിങ്ങൾ കാണുന്നത്. അതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പരമ്പരയിലൂടെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കാർപ്പ് ഫിഷിങ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ജോലി പഠിക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള വരുമാനം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പഠിക്കുകയായിരിക്കും നല്ലത്. മെച്ചമില്ലാത്ത പരിപാടിയാണെങ്കിൽ ഇത് നമ്മൾ പഠിക്കണതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. അപ്പോൾ എൻ്റെ ഒരു മനോഭാവം, അതായത് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ പലരും ചിന്തിച്ചേക്കാം, താങ്കൾക്ക് എന്താണ് ഇത് പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ തെളിയിക്കുന്ന എൻ്റെ ക്വാളിഫിക്കേഷൻ കൂടിയാണ് ഈ മീനടിച്ച് വിൽപ്പന നടത്തി അതിൽ നിന്നുള്ള എൻ്റെ വരുമാനം നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. ഒരു 10 മീനാണ് നമ്മൾ ഒരു സീസണിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ദൈവം സഹായിച്ച എനിക്ക് ആരോഗ്യവും ആയുസ്സും അവസരവും നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അച്ചീവ് ചെയ്തിരിക്കും. ഒരു 10 മീനിൽ കൂടാനാണ് സാധ്യത, കുറയാനും ഒരു സാധ്യതയില്ല. ഇപ്പം തന്നെ 4 വീഡിയോകളിൽ എത്ര കിലോ മീനായിട്ട് എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാം. 147 കിലോ മീൻ നമ്മൾ ഈ 4 വീഡിയോകളിൽ അടിച്ചിട്ടുണ്ട്. ഏകദേശം 32,340 രൂപയ്ക്കുള്ള മീൻ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഡിസംബർ വരെയാണ് നമുക്ക് നമ്മുടെ സീസൺ ടൈം. അപ്പോൾ അതിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മഴക്കാലമായ കാരണം മീൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ പരമാവധി മീൻ പിടിച്ച് അതിൻ്റെ വരുമാനം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ടീച്ചിങ് വീഡിയോ ആരംഭിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിക്കും നിങ്ങൾക്കിത് ആസ്വദിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും നമുക്ക്. കാരണം മീനടിച്ച് സ്റ്റിക്ക് വളയണതും ബെല്ലടിക്കണതും ലാൻഡിങ് നെറ്റിൽ അത് കോരണതും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് ആകർഷണീയത. നമുക്ക് അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. നമ്മൾ CCTV ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അധികം വൈകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ഇനി നമുക്ക് മിസ്സാവില്ല. അപ്പോൾ തൽക്കാലം പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പിസോഡ് 1 വീഡിയോ ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് പണിതാൽ മാക്സിമം എത്ര കൂലി കിട്ടും? ഒരു 2000-2500. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൂലി കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പണിക്കൂലി 3800 അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെ പോയപ്പോൾ എടുത്തേക്കണ വീഡിയോ ആണ്. അപ്പോൾ മീനടിച്ച സമയത്തൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു 16 കിലോൻ്റെ കട്ട്ള അടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ അതായിക്കോട്ടെ. അപ്പോൾ ഇനി നമ്മൾ 7 മുതലാണ് തുടങ്ങിയേക്കണത്. ഇനി ബാക്കി നിർത്തിയിടത്തേക്ക് എത്തിച്ചിട്ട് വേണം പിന്നെ ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചൂണ്ടയിൽ വലിയൊരു കട്ട്ള അടിച്ചതിന് ശേഷം നമ്മൾ കട്ട്ളേനെ ഇവിടെ കൊണ്ടുവന്ന് തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പറമ്പിൽ പണിതുകൊണ്ടിരുന്ന നമ്മുടെ ബായിനെ വിളിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ക്യാമറയൊന്നും കൊണ്ടുവന്നില്ല, കൂടെ ഒരാളുമില്ല. അപ്പോൾ മീനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ ആൾ തളർന്നതിന് ശേഷമാണ് ബായിനെ കിട്ടിയത്. അപ്പം ഞാൻ ചൂണ്ട ബായിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചൂണ്ട കുത്തി വെച്ചു. മീൻ തളർന്ന് കിടക്കണം. അപ്പോൾ ബായി പിടിച്ചോട്ടാ, വീഡിയോ പിടിച്ചോട്ടാ. മച്ചിലി ബായി
ഇതാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ മീൻ. ഗൈസ് ഇതാണ് നമ്മുടെ കരിമന്നൂരത്തെ രണ്ടാമത്തെ വലിയ കട്ട്ള. എന്തായാലും ഒരു 10-14 കിലോ എൻ്റെ കണക്ക് കൊണ്ട്. അപ്പം നമ്മൾ സ്പൈഡർ ഹുക്കിലാണ് ഇങ്ങനെ അടിച്ചേക്കണത്. ഹുക്ക് ഈ നിലയാണ് നിൽക്കുന്നത്. 2 ഹുക്ക് സൂപ്പറായിട്ട് ഓൾറെഡി കയറിയുണ്ട്. ഇതാണ് നമ്മുടെ കട്ട്ളയുടെ വലിപ്പം. അപ്പോൾ ബായ്, താങ്ക്സ് ബായ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം അടുത്ത ചൂണ്ടെടുത്തിലാണ് ഉണ്ട്. അപ്പോൾ അടുത്ത കട്ട്ള അടിക്കണവരെ ബായ്. അപ്പം കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ നമ്മുടെ ചൂണ്ടയിടൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 4:30 സമയമായിട്ടുണ്ട്. അപ്പോൾ മീൻ ഇന്നത്തെ നമ്മുടെ മീൻ ടോമി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വാങ്ങിച്ചേക്കണത്. അത് 14 ആ വലിയ കട്ട്ള ടോമി ചേട്ടൻ. അദ്ദേഹം ഒരു മരം മുറിക്കാരനാണ്, മരക്കച്ചവടക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിക്കാരും കൂടി ഷെയറായിട്ട് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൂക്കം കൊടുത്തു കഴിഞ്ഞാൽ റെഡി ക്യാഷ് കിട്ടും. അപ്പോൾ 6 മണിക്ക് അവർ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മീൻ അവർ വിളിക്കുന്ന സ്പോട്ടിൽ എന്തായാലും കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പോൾ അത് കാരണം ഇന്ന് നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മുടെ മീൻ വെലങ്ങന്നൂർ എത്തിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം ഇന്ന് കിട്ടിയ മീൻ തൂക്കെടുക്കുകയാണ്. നമ്മുടെ ഹംസഖാൻ്റെ കടയിലാണ് ഫസ്റ്റ് നമ്മൾ തൂക്കെടുത്ത്. നമ്മുടെ കൂട്ടുകാരൻ ഡിപ്ലോ ഉണ്ട് കൂടെ. അവിടെ നോക്കിയേ, മൊത്തം പഠിക്കാനുള്ളതല്ലേ. മുട്ടിയുണ്ടല്ലോ, ഒരു മിനിറ്റ് തൂക്കം ശരിയായിട്ടില്ല. ചൂണ്ടമീൻ കാണാനായിട്ട് ആളുകൾ ഹംസഖാന്റെ കടയിൽ നിന്ന് ചാള, അയില, ഈ മീൻ കൃത്യമായിട്ട് കിട്ടണില്ല. എത്രയാ ഹംസഖ? 19,460. 19,415. മൊത്തം നമുക്ക് 19,415 ഗൈസ്. അപ്പോൾ ഇതിൽ വലിയ കട്ട്ള എല്ലാ മീനും കൊടുത്തേക്കണാണ് 19 കിലോ കൂട്ടിയാൽ മതി. 400 രൂപ നമ്മുടെ സഞ്ചിയുടെ തൂക്കം. അത് കഴിഞ്ഞിട്ട് അതെ 400 രൂപ സഞ്ചിയുടെ തൂക്കം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീൻ 19 കിലോ ഉണ്ട്. അപ്പോൾ 19 കിലോയോ 19 × 200 രൂപയ്ക്കാണെന്ന് നമ്മുടെ മീൻ എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി കട്ട്ള സെപ്പറേറ്റ് ഒന്ന് തൂക്കി നോക്കാം. ഞാൻ വലിയ എടുത്തോളാം. അതാ ഒരെണ്ണം മാത്രം വെച്ച് നോക്കിയാ. അത് മുട്ടിയുണ്ട്. 16,200 ശരി തന്നെയാണ്. ആ 16. 16,200 നമ്മുടെ കട്ട്ള. അപ്പൊ ഈ സീസണിലെ ഏറ്റവും വലിയ കട്ട്ള നമുക്ക് അടിച്ചേക്കണത് 16,200. കഴിഞ്ഞ ദിവസം കിട്ടിയത് 10 കിലോന്റെ. വെട്ടി ക്ലീനാക്കി പുറത്ത് തന്നെ 6ആയിട്ട് അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ 16,200 കട്ട്ള 16 കിലോ ആയിട്ട് കൊടുത്തു. അപ്പൊ അവർ 7 പേര് കൂടി വെട്ടി ഷെയർ ആക്കാണ്. അപ്പൊ നമ്മുടെ ഹംസഖാനാണ് വെട്ടണേന്റെ ആണല്ലേ.
നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളാണ്. എല്ലാവരും മീൻ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടിയതാണ്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതവും സന്തോഷമായിട്ടുണ്ട്. ഇത്ര വലിയ മീൻ കിട്ടുന്നത് ഇത്രയും വലിയ ചൂണ്ടയിൽ ഇത്രയും വലിയ മീൻ ആദ്യമായിട്ട് കിട്ടണം നമ്മൾ കാണുന്നത്. 65 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അല്ലേ? എവിടെയാ അപ്പം മീൻ കൊണ്ടുവന്നിട്ട് മീനോ ഇനി ബാക്കി പീസാക്കൾ എടുക്കാം. നമ്മള് കട്ട്ള കൊടുത്തു. 1,200 ഒരു റോഹു ഉണ്ട്. ബാക്കി 1.5 കിലോന്റെ ഒരു കട്ട്ള. അപ്പോൾ അത് രണ്ടും കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വരുമാനം 19,200 നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ.